ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പടം കണ്ടേ. പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. എന്നുവെച്ചാൽ ഹിന്ദിയിൽ ഇപ്പോൾ ഈ കുറേ നാൾക്ക് ശേഷം ഇറങ്ങിയത് വെച്ച് നല്ല പടം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ കണ്ടത്. അതായത് കില്ലെന്നാണ് സിനിമയുടെ പേര്. ഈ പടം കാണാൻ തന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടവരെല്ലാം പറഞ്ഞു ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ആക്ഷനാണ് എന്നുള്ള ഒരു ഇത് വെച്ചാണ് കണ്ടത്. അപ്പം പക്ഷേ ഈ പടം തുടങ്ങി ഒരു ആദ്യത്തെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പം കണ്ടിരുന്നപ്പം വിചാരിച്ച് ഇതാണ് വലിയ ആക്ഷൻ, സാധാരണ പടങ്ങളിലേക്കുള്ള പോലുള്ള ആക്ഷൻ ആ ഒരു ഇതല്ലേ ഉള്ളൂ, ഇതിനകത്ത് എന്ത് ഇത്ര വലിയ കാര്യം പറയാനെന്നൊക്കെ ഞാനും വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ടൈറ്റിൽ എഴുതി കഴിഞ്ഞുള്ള കുറച്ച് സീനുണ്ട്. പിന്നെ പടം എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. അതായത് ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബ്രൂട്ടലിൻ്റെ അങ്ങേ അറ്റമാണ്. അമ്മാതിരി ഫൈറ്റ്. ഇത് ആകെ ഈ പടം എനിക്കൊന്ന് 1 മണിക്കൂർ 45 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ. അത്രയും സമയം ബോറടി ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് കണ്ടിരിക്കാം. പ്രത്യേകിച്ച് നല്ല വയലൻസുള്ള മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടുനോക്കാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഈ പടത്തിലെ നായകനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ പടത്തിലാണ് കാണുന്നത് തന്നെ. പക്ഷേ എന്നാലും പുള്ളിയുടെയൊക്കെ അഭിനയം വേറെ ലെവൽ സാധനം. അതുപോലെ വില്ലൻ്റെയൊക്കെ അഭിനയം പൊളി സാധനമാണ്. നമുക്കൊരെണ്ണം കൊടുക്കാൻ തോന്നുന്ന ടൈപ്പ് ക്യാരക്ടറുള്ളൊരിതാണ്. പിന്നെ ഫൈറ്റൊക്കെയാണ് പറയണ്ടല്ലോ. ഏതാണ്ട് ചൈനക്കാരനെ കണ്ടാണ് ഫൈറ്റ് കൊറിയോഗ്രാഫറും കണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇന്നൊന്നും ഈ ചില മുറിവിൻ്റെയൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഒറിജിനാലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒറിജിനാലിറ്റിയിലാണ് സാധനം എല്ലാം കാണിച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് 2 NSG കമാൻഡോസ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അതേ ട്രെയിനിൽ തന്നെ കുറച്ച് ആൾക്കാർ സാധനങ്ങൾ മോഷ്ടിക്കാനായിട്ട് വരുന്നു. അപ്പം പിന്നെ ഊഹിക്കാൽ എന്ത് നടക്കുന്നതെന്ന്. കഥയിലൊന്നും വലിയ ഒരു പുതുമയൊന്നും ഇല്ലെങ്കിലും പക്ഷെ ഫൈറ്റും എടുത്തിരിക്കുന്ന രീതിയിലും എല്ലാം അടിപൊളിയാണ്. ഫൈറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും കണ്ടോ, എല്ലാവർക്കും ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ബാക്കിയുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങേറ്റത്തെ ബ്രൂട്ടൽ പരിപാടിയാണ് അത് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പടം കണ്ടിട്ടുള്ളവർ അവരുടെ അഭിപ്രായം പറയുക. കണ്ടിട്ടില്ലാത്തവർ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ OTT റിലീസൊന്നും കണ്ടാലൊന്നും ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, ബൈ.